ഗുഡ് ഈവനിങ് എവരി വൺ. ഓക്കെ, ഞാൻ വീണ്ടും നമ്മളുടെ ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ ലോഫ്റ്റിൽ ഒരു ചെറിയൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്തെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ലവേഴ്സ് ഇപ്പോൾ ഞാൻ ലീവിന് വന്നപ്പോൾ സെറ്റ് ചെയ്തതാണ്. ചെറുതായിട്ട് എനിക്ക് അധികം ഇഷ്ടം ഓപ്ലൈൻ വെറൈറ്റീസാണ്. ഞാനിപ്പം കുറച്ച് ഫിഷറിൻ്റെ, അതായത് ഗ്രീൻ ഫിഷർ ഓപ്ലൈന്, പിന്നെ ഗ്രീൻ യൂവിൻ ഫിഷർ ഓപ്ലൈന്, അതൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് കുറച്ചെന്നാൽ ഒരു 4 പേർ. അതിൽ ഒരു ബ്ലൂ ഫിഷറുണ്ട്, ഒരു ലൂട്ടിനോ ഫിഷറുണ്ട്. ലൂട്ടിനോ ഫിഷർ റെഡ് ഐ ആണ്. അവരിപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു പെയർ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ഒരു പേര് തന്നെ ഇപ്പോൾ സെറ്റായിട്ടുള്ളത് പെയറാണ്. കാരണം സെമി ഡെൽറ്റ വാങ്ങിച്ചത്. ഇപ്പോഴും ഒരു പേർ അവർ സെറ്റായിട്ടുണ്ട്. അതിൽ ഒരു ലൂട്ടിനോ ഫിഷർ ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കുന്ന അതാ പറഞ്ഞതാ പോകുന്ന ആ ലൂട്ടിനോ ഫിഷർ, അത് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പെയറാണ് ഇതാ ലൂട്ടിനോ ഫിഷറിൻ്റെ, അതായത് താഴെ ഇരിക്കുന്ന ഇത് വന്നിട്ട് അതിൻ്റെ പെയറാണ്. അതായിരിക്കും അവർ രണ്ടുപേരും പെയറാണ്. അതായത് ഗ്രീൻ യൂവിങ് ഫിഷർ ഓപ്ലൈനാണ്. അവർ രണ്ടുപേരും പെയറാണ്. അതായത് അടുത്തിരിക്കുന്നതാണ് ലൂട്ടിനോ ഫിഷർ. ഇവരും ലൂട്ടിനോ ഫിഷർ അടുത്തിരിക്കുന്ന അത് രണ്ടും പെയറാണ്. അവർ നെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഞാൻ പോട്ട് വെച്ചിരിക്കുക. ഈ പോട്ടിനകത്താണ് അവർ സെറ്റായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഇരിക്കുന്ന പോട്ടിൽ നമ്മൾ 5 പോട്ട് വെച്ചിരിക്കുക മൊത്തമായിട്ട്. കാണാമെന്നറിയില്ല. 5 പോട്ടും ഈ 5 പോട്ടിൽ ഇതായിരിക്കുന്ന ഈ പോട്ടിലാണ് അവർ ഇത് വന്നിട്ട് നെസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. നെസ്റ്റിംഗ് വന്നിട്ട് ഞാൻ ഇതാ കണ്ട ഇതൊരു വലിയൊരു റൂമാണ്. റൂമൊന്നുമില്ല, ഞാൻ വെളിയിൽ ചെറിയ ആട് വളർത്താൻ വേണ്ടി ഞാൻ വലിയൊരു ഇത് പെര ചെയ്തതാണ്. അതിൻ്റെ കണ്ടോ, ഇത് ഇത്രയും ഇത് എനിക്ക് ഇവിടെ പേര ഉണ്ടായിരുന്നു. നമ്മളുടെ പേരയിൽ നിന്ന് ഒരു തടി നല്ല നീളത്തിൽ ആ റൂം ഫുള്ളായിരിക്കും അങ്ങനെയൊക്കെ ആക്കി ഒരു തടി, അതായത് വെട്ടി വെച്ച് അതിൻ്റെ കൊമ്പുകളൊക്കെ കണ്ട, അതിൻ്റെ ചെറിയ ചില്ലികൾ ഇതിലൊക്കെയാണ് അവർ ഇരിക്കുന്നത്. പിന്നെ അവർക്ക് കളിക്കാൻ ആഫ്രിക്കൻ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലേഫുൾ ആണല്ലോ, അവർക്ക് കളിക്കാൻ റിങ്ങുണ്ട്. പിന്നെ ഇരിക്കുന്ന ഈ ചെറിയ ചില്ലകളിലൊക്കെ അവർ കയറിയിരിക്കും. നല്ല ആവശ്യത്തിന് സ്ഥലമുണ്ട് ഇവിടെ. അവർക്ക് ഒരു കോളനി കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് വന്നിട്ട് ടൈം പാസിന് ഞാൻ ലീവിന് വരുമ്പോഴിതുപോലെ 2 മാസം 3 മാസമൊക്കെ നാട്ടിൽ നിൽക്കും. അപ്പോൾ നമ്മളിതിനെ സെറ്റ് ചെയ്യും. പക്ഷേ ഇതിൽ 2 പേർ കൺഫേംഡാണ്. ഒന്ന് ഞാൻ പറഞ്ഞില്ല, ലൂട്ടിനോ ഫിഷറും, അത് ഓപ്ലൈനല്ല, ലൂട്ടിനോ ഫിഷർ റെഡ് ഐ ആണ്. അതും ഒരു ഗ്രീൻ യൂവിങ് ഓപ്ലൈനാണ്. അത് രണ്ടും അവർ 2 പേർ സെറ്റായി. അവർ രണ്ടുപേരും വന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ നെസ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസത്തിനകത്ത് ഞാൻ ലീവ് കഴിഞ്ഞ് പോകുന്ന മുമ്പ് അവർ എഗ്ഗ് ചെയ്യുന്ന ചിന്തിക്കുന്നത്. കണ്ടിപ്പായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതായിരിക്കുന്നുണ്ട് ഒരു ബ്ലൂ ഫിഷറാണ്. അത് ഓപ്ലൈനുള്ള ബ്ലൂ ഫിഷർ ഓപ്ലൈൻ ഞാൻ നോക്കി കിട്ടിയില്ല. അത് കുറച്ച് ഹ്യൂജ് സൈസാണ്. അതിൻ്റെ അകത്ത് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഓപ്ലൈനാണ്. റെഡ് കളർ ഇരിക്കുന്നുണ്ടോ അതായത് കാണാൻ അതിൻ്റെ വലത് സൈഡ് ഇരിക്കുന്നുണ്ട്. അവനുമാണ് പെയർ. ഇതൊക്കെ ആയില്ല, അവരങ്ങനെ ഒരുവിധമൊക്കെ ഇതായി വരുന്നുണ്ട്. അവർ രണ്ടുപേരും സെറ്റായി വരുന്നത്. എന്തായാലും ഇതിൽ 2-3 പേർ നമുക്ക് കിട്ടും. ഒരു പേർ കൺഫേംഡാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എങ്ങനെ റൂമുണ്ട് ഇതൊക്കെയാണ്. വലിയൊരു ഷെട്ടാണ്. എന്തായാലും ഷട്ടർ വന്നിട്ട് ഒരു 10 മീറ്റർ ബൈ പിന്നെ ഒരു 5 മീറ്റർ. 10 മീറ്റർ ബൈ 5ആണ്. 10 മീറ്റർ ബൈ 5ആണ്. 10 അടി ബൈ 5 അടിയല്ല, 10 മീറ്റർ ലെങ്തും 10 മീറ്റർ വിഡ്ത്തും നമുക്കൊരു 5 മീറ്റർ ഹൈറ്റും ഉള്ളതാണ്. വലിയൊരു ഇതാണ്. അവർക്ക് താഴെ വന്നിട്ട് നമ്മൾ സിമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. സിമൻ്റ് ഇടാത്ത തന്നെ, കാരണം അവർക്ക് മണ്ണൊക്കെ ഉള്ള ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ മതിലോട് ചേർത്തിട്ട് അങ്ങനെ ഇതിനെ കെട്ടിയെടുത്തിരിക്കുകയാണ്. അതാണ് അതിൻ്റെ കൂടിൻ്റെ ഇത് കാണാം. ഇവിടെയും തുടങ്ങി
ഇതുവരയ്ക്കും ഉണ്ട്. ഇത്ര നീളം ഉണ്ടാവും കൂട് ഉണ്ടോ. ഇത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഉണ്ടോ. അവർ ഉണ്ടോ എൻ്റെ ഇത് വീതി ഇത്ര വീതിയുണ്ട്. അത് നല്ല ആവശ്യത്തിന് സ്ഥലം ഉണ്ടാവും. വലിയൊരു ഐവറി പോലെ ആണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് ഇവിടെ ലീവിന് വന്നൊന്ന് സമയം പോക്കായിട്ടൊന്ന് ചെയ്തതാണ്. നിങ്ങൾ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതായിരിക്കും അവരെല്ലാം ഒരിടത്തിലിരിക്കുകയാണ്. ഇതിലുണ്ട് ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം. അതിലൂടെ നമ്മൾ വാങ്ങിച്ച ഗ്രീൻ ഫിഷർ ഒപ്പുലേനാണ്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ സെമി അഡൽട്ട് എന്ന് തന്നാണ്. പക്ഷേ ഇവൻ വെറും കുഞ്ഞാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫെദർ ഒരു സൈഡ് ഫ്ലൈയിങ് ഫെദർ ഒരു 3-4 എണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ കൂട്ടത്ത് പറക്കുമ്പോൾ ഇവൻ ഒപ്പുലേനാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇവിടുത്തെ പറക്കുമ്പോൾ ഇവൻ്റെ അവിടെ ചെന്ന് കമ്പിയിൽ ഗ്രില്ലൊക്കെ അടിച്ചിട്ട് അവന് നല്ല അടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ കുറച്ച് ദിവസത്തേക്ക് ഇവനെ കൂട്ടിലാക്കി വിട്ടിരിക്കുക ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ പോകുന്ന മുമ്പ് ലീവ് കഴിഞ്ഞ് പോകുന്ന മുമ്പ് ഇവനെ ഓപ്പൺ ചെയ്ത് കൂട്ടിന്ന് ഓപ്പൺ ചെയ്ത് അവരിലേക്ക് ഇത് കൂടെ അങ്ങ് വിടും. കാരണം അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ പറന്ന് താഴെ വീണ് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലൈയിങ് ഫെദറിൽ 3 ഫെദർ പോയിട്ടുണ്ട്. ഒരു ഫെദർ കണ്ടാൽ അറിയാൻ കണ്ടാവും. ഫെദർ അതും ഇളവി നിൽപ്പുണ്ട്. അതിന് ശരിയാവാൻ സമയമെടുക്കും. എന്തായാലും 1 മാസം എടുക്കും. അപ്പോൾ അതുവരേക്ക് ഇവനെ കൂട്ടിനകത്ത് അടച്ചു വെച്ച് ആ ഫെദർ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഇവനെ ഇവിടെ പറക്കാൻ വിടാമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവനെ കീഴെ വീണ് അടിയൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ അവനെ മാറ്റി വെച്ചിരിക്കുക. പിന്നെ ഫുഡായിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വന്നിട്ട് സീഡ് മിക്സാണ്. പിന്നെ മാങ്ങാപ്പഴം കൊടുക്കും. പിന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് കൊടുക്കും. ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ വെണ്ടയ്ക്കയുടെ ഇത് അകത്തുള്ള വിത ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കൊടുക്കും. കഴിക്കുന്നുണ്ട്. നല്ല ആക്റ്റീവാണിപ്പോൾ. കാണിച്ച് 2 ആഴ്ച തന്നെ ആയി. നല്ല ആക്റ്റീവ് അവർ. നല്ല സൂപ്പറായിട്ട് അവർക്കിവിടെ സൂപ്പറായി പറന്ന് കളിക്കാം. പിന്നെ ഇവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് ഫുഡ് ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കും. എന്നാലും സകലം ഫുഡ് കുറഞ്ഞ ഉടനെ അവർ കിടന്ന് കരച്ചിലും ബഹളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവർക്ക് ഞാൻ ആ തുണി അവിടെ കെട്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാൻ പുറത്തിട്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള മറ്റേ ഇത്, അതായത് വെൽഡിങ് ഇതാണ് കണ്ടോ. വെൽഡിങ് ഇത് 3 ഉള്ള കമ്പിയാണ് വെൽഡിങ്ങിൻ്റെ. ഇത് അങ്ങനെയുള്ള ഗ്രില്ലാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ആഫ്രിക്കൻ ലവേഴ്സ് ഇതിലാക്കിയതിന് ശേഷം പുറത്ത് ചെറിയ മെഷ്, ഗ്രീൻ മെഷ്, അതായത് പ്ലാസ്റ്റിക് കോട്ടഡുള്ള ഗ്രീൻ മെഷ് അടിച്ച് കവർ ഫുള്ള് അടിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഴജന്തുക്കളകത്ത് വരെ. ഇപ്പോഴേ പല്ലി എന്നുള്ള അങ്ങനെയുള്ള ചെറുത് ഇത് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇതിൽ കൂടെ കണ്ടോ. വേറെ അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. എലിയും വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ നമ്മൾ ആഫ്രിക്കൻ ലവേഴ്സ് വളർത്തുമ്പോൾ ഇതിനെയൊക്കെ തടയണം. കാരണം എലി വന്നു കഴിഞ്ഞാലും ഇവരുടെ കാലിനൊക്കെ കടിച്ചു കളയും. പിന്നെ ഓപ്പണായി ഇവരെന്നാകുമ്പോൾ ഇത്ര വീതിയുള്ള പ്ലേസ് ആകുമ്പോൾ ഒന്നും ചെയ്യില്ല. പിന്നെ അവർ ചിലപ്പോൾ എലിയൊക്കെ ഒരു മുട്ടയിട്ടിരിക്കുന്ന പോട്ടിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെയൊക്കെ ഇതാണ്. ഇപ്പോൾ എല്ലാം ഒരിടത്തിരിക്കുകയാണ്. വലിയ ഭയമൊന്നുമില്ല. ഞാനിതിപ്പോൾ അടുത്തുനിന്ന് വീഡിയോ എടുക്കുക, അവരുടെ അടുത്ത് നിന്ന് എന്നാൽ അത് ഞാനൊക്കെ അതൊക്കെ എന്നെ എന്തായാലും 10-15 ദിവസത്തിനകത്ത് ഒരു ടീം മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ, അതായത് ഒരു ലൂട്ടിൻ ഓഫീസർ അതായിരുന്നു കരയുന്നുണ്ട്. ലൂട്ടിൻ ഓഫീസറും ഒരു ഗ്രീൻ ഫിഷർ യൂവിങ് ഫിഷർ ഒപ്പുലേനും അവർ രണ്ടും ഇനിയിപ്പോൾ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുതരാം. ഈ രാത്രി സമയം ഇവർ നന്നായി പറന്ന് കളിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ കൂടിൻ്റെ പുറത്ത്, ഗ്രില്ലിൻ്റെ പുറത്ത് ഒരു ചെയറിട്ടിരിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പം മഴയുണ്ട്, നല്ല മഴ ഉള്ളതുകൊണ്ട് അങ്ങനെ അകത്ത് വന്ന്, പിന്നെ രാത്രി ഇതുപോലെ സമയങ്ങളിൽ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ അകത്ത് വന്ന് എടുക്കും. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് എൻ്റെ അമ്മയ്ക്കുള്ള ഒരു ഇത് കല്ലറയാണ്. അത് നമ്മൾ കെട്ടി സൂപ്പറായിട്ട് ഇതിനകത്ത് അടച്ചതിനെ കവർ ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ അതിൽ നമുക്ക് വേറെ പ്രശ്നമില്ല. കാരണം അത് നനയാതെയും കിടക്കും, നമുക്ക് സ്ഥലം വേസ്റ്റ് ആവില്ലല്ലോ. നനയാതെയും കിടക്കും. കിളി എന്ന് പറയുന്ന സാധനം ഒരു വൃത്തിയുള്ള സാധനമല്ല. നല്ല ഒരു കാണാൻ നല്ല, രാത്രി നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
കാണാൻ. ഇവരുടെ ഇതും പിന്നെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ ഇതിൻ്റെ ഇത് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ട ഒരു പേരയുടെ വലിയ കൊമ്പ് ഇത്ര നീളത്തിന് വെട്ടി വെച്ചിരിക്കുക. അത് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അവർ ഈ ചെറിയ ചില്ലിയിലൊക്കെ വന്നിരിക്കും. ഞാൻ ആദ്യം ഇവിടെ കയറിയപ്പോഴും മൊബൈൽ എടുത്തില്ലായിരുന്നു. എപ്പോഴും ഞാൻ മൊബൈൽ എടുത്ത് അപ്പോഴും വന്നപ്പോൾ ഞാൻ വരുന്നപ്പോഴൊക്കെ ഒരു ചെറിയ ചില്ലിയിലൊക്കെ എല്ലാം പറന്ന് താഴെയൊക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാം പറന്ന് താഴെ ഇറങ്ങുകയാണ് അവർ. ഏതൊരു ഭയമോ ഒന്നും അവർക്കില്ല. ഗ്രീൻ ഫിഷർ അവരുടെ ലൂട്ടിനോ ഫിഷർ അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇത് നന്നായിട്ട് കളിക്കും. ആപ്ലിക്കേഷൻ ലവേഴ്സ് പ്ലേബിൾ സാധനമല്ലേ. അപ്പോൾ നന്നായിട്ട് കളിക്കാൻ നല്ല സ്ഥലമുണ്ട്. ഇവർ പ്രത്യേകം കളിക്കുകയും ചെയ്യും. അതാണ് വേറെ ഒരുത്തം പറന്ന് വരുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഇത്. ഞാൻ ഒരിടത്ത് അല്പ ദൂരത്തിൽ നിന്ന് ഫോക്കസ് ചെയ്യുക. കാരണം നമ്മൾ എത്ര കാണാം. ഇതിന് നമ്മളെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് നമ്മൾ ഗ്രോ ചെയ്തെടുത്തതല്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ വലിയ ചെറിയ ചില്ലിയിലൊക്കെ അവർ ഇറങ്ങിയതുകൊണ്ട് അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലും ദൂരം, അതായത് ഞാൻ ഈ എൻഡിലിരിക്കുക, അവരുടെ റൂമിൻ്റെ ഈ എൻഡിലിരിക്കുക. അവർ ആ എൻഡിൽ കണ്ട ആ ചില്ലയിലൊക്കെ ഇപ്പോൾ താഴെ ഇറങ്ങി. ആദ്യം മുകളിൽ കണ്ട ഇരുന്നു. അവിടെ നിന്ന് മുകളിൽ നിന്നെല്ലാം ഒരു 3-4 എണ്ണം താഴെ ഇറങ്ങി. അവർ രാത്രി മൊത്തം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. രാത്രി ഫുള്ള് ലൈറ്റിടില്ല. ഞാൻ ലൈറ്റ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് പറയുക 10-11 മണിയുടെ ലൈറ്റ് ഇടും. കാരണം 11 മണിയിലൊക്കെ അവരിരുന്ന് കളിക്കുള്ളൂ. കണ്ട താഴെ കണ്ട കൊമ്പിൽ കൂടെ തൂങ്ങി പറക്കി ഇറങ്ങുന്നു. അവർ കണ്ട കീഴെ അവർ മുകളിലൂടെയാണ് അവർ ഇരിക്കുന്നത്. നേരത്തെ ഇരുന്നത് ഇപ്പോഴും ഉണ്ട് അവർക്കുള്ള. അവർ താഴെ ഇറങ്ങി. പക്ഷേ ഇവർ നെസ്റ്റിങ് വെച്ചിട്ടുള്ളത് നമ്മളുടെ ചാവരിയൊന്നും, എല്ലാവരും ചാവരിയൊന്നും ഞാനൊന്നും ഇട്ട് കൊടുത്തില്ല. തേങ്ങ നാരൊന്നും ഞാൻ തേങ്ങ നാര ഇട്ടായിരുന്നു. പക്ഷേ ഇവർ ഈ പേരയുടെ കൊമ്പിൻ്റെ ഇല കണ്ടല്ലോ, ഇല ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പച്ചയോടെ വെട്ടി വെച്ചതാണ്. എന്തായാലും ഇപ്പോൾ ഡ്രൈ ആയതിനു ശേഷം അവർ ഓരോന്നോരോന്നാ കടിച്ചെടുത്ത് ആ ഇലകളെയാണ് ഇവരിപ്പോൾ ഈ പാട്ടിൽ നെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ 2 പെയർ ഫുള്ള് നമുക്ക് സെറ്റിൽഡ് പെയറാണ് 2. അതിൽ ഒരു പെയർ ഇപ്പോൾ എഗ്ഗിനിക്ക് സമയമായി. എന്തായാലും 10-15 ദിവസത്തേക്ക് ചെയ്യുകയും ചെയ്യും. മറ്റേ പെയർ ഒന്നുകൂടെ, അതായത് 2 യൂവിങ് ഓപ്ലൈന്, ഗ്രീൻ യൂവിങ് ഓപ്ലൈന്, അത് 2 പെയറാണ്. അവരും വേറൊരു പോട്ടിലേറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്നെ ഏറാൻ തുടങ്ങി. പക്ഷേ പോട്ടിലേറുന്നായാലും പോട്ട് കയറാൻ തുടങ്ങി എങ്ങനെയായാലും 1 മാസം എടുക്കും അവർ. കാരണം ഇവർ വന്നിട്ട് ബ്രീഡായിട്ടുള്ളതല്ല, ബ്രീഡാവാത്ത, അതായത് ഫ്രഷാണ് ഇവർ സെമി അഡൽട്ട് ഒന്നും തന്നതാണ്. ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ എന്തായാലും 3 വർഷമായി. ഇപ്പോൾ ഒരു ഇതൊക്കെ അഡൽട്ടായവരൊക്കെ അഡൽട്ടാവാതെ അവർ പാട്ടിനകത്ത് കയറിയും അതിനൊത്ത കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായിരിക്കുന്ന അവർ 3 പേര് അങ്ങ് മുകളിലിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ 3 പേര് ആ കൊമ്പ് വഴി ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ താഴെ വന്ന് 3-4 എണ്ണം ഇറങ്ങിയായി. കണ്ടോ ഇവരങ്ങനെ ഇറങ്ങിയിരിക്കുക. ഇവർ അങ്ങനെ ഒരു പിന്നെ ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടൈം പാസ്സായിരിക്കും. സൂപ്പറായിരിക്കും അവർ ഇത് കളിക്കുന്നതും. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഫീഡ് ചെയ്ത് ഗ്രോ ചെയ്ത ചിക്കുകളുണ്ടാകും. അതൊക്കെ നമ്മൾ കൂട്ടിനകത്ത് വരുമ്പോൾ അവർ നമ്മളെ ദേഹത്ത് ഇറയും, നമ്മുടെ തലയ്ക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിന് ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്, സമയമായില്ല. എന്തായാലും നമ്മളുടെ അവിടെ ബ്രീഡായി കുഞ്ഞുങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ എന്തായാലും 1 മാസത്തെ ലീവൂടെ ഉള്ളൂ. അടുത്ത മാസം ഒരു 20-ാം തീയതിക്കകത്തൊക്കെ ഞാൻ പോകും. പക്ഷേ ഇത് പിള്ളേർ, എനിക്ക് 2 പിള്ളേരുണ്ട്. അവർ വീട്ടിൽ എൻ്റെ വൈഫ് നോക്കിക്കൊള്ളും. അപ്പോൾ അവരൊക്കെ പറ ഇതാ നിൽക്കുന്നത്. എൻ്റെ വൈഫും പിള്ളേരൊക്കെ അവർ നോക്കിക്കൊള്ളും. അവർക്ക് സമയം പോവുകയും ചെയ്യും. വീട്ടിലിരിക്കുന്നവർക്ക് ബോറാവില്ല നമ്മളിങ്ങനെ. കാരണം അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും ഇത്. അവർ ഈ ചിക്കനെയൊക്കെ അവർ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ. പിന്നെ ഞാനിനി പ്ലാൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചെറിയ കൊണീർ സൈസ് ഇടും. എനിക്ക് ഈ കൊണീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മളുടെ പൈനാപ്പിൾ കൊണീർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇനി അടുത്തൊരു
പെയർ വാങ്ങിക്കണമെന്നുണ്ട്. എന്തായാലും ഇപ്പോഴും വാങ്ങിക്കുന്നില്ല. ഇനി പിള്ളേർ ഇത് എങ്ങനെയാണ് ഇതിനെ നോക്കണു എന്നുള്ളതിനൊക്കെ നോക്കിയതിന് ശേഷം നമുക്കെന്നെ ചെയ്യാൻ കണ്ട അവർ എല്ലാം ഭയങ്കര പറന്ന് കളിയാണ്. ഇനി ഇവരെങ്ങനെയാണ് ഇതിനെ തീറ്റിക്കുന്നു, എങ്ങനെ ഇവർ കെയർ ചെയ്യുന്നത് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് സ്മാൾ കൊണിയർ, പൈനാപ്പിൾ കൊണിയർ ഒരു പേർ വാങ്ങിച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് പൈനാപ്പിൾ കൊണിയർ വാങ്ങിച്ചിടും. അപ്പോഴത്തേക്ക് അവർ എങ്ങനെ ബ്രീഡിങ് ആണെന്ന് അറിയില്ല. പിന്നെ ബ്രീഡിങ് പ്രോഗ്രസ്സൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനതിനെ നമ്മളുടെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും നമുക്കാണ്, ഞാൻ ബിഗിനറാണ്. ഞാൻ ആഫ്രിക്കൻ ലവേഴ്സ് ആദ്യം വളർത്തുന്നത്. നേരത്തെ ഒരിക്കൽ 2 എണ്ണം വളർത്തി, ലൂട്ടിനോ, അതായത് പീച്ച് ബേസ് ലൂട്ടിനാണ്. പക്ഷേ എനിക്കപ്പോഴേ അറിയില്ല അവരെങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കണം, അതൊന്നും വലിയ കെയർ ചെയ്യാതൊക്കെ പോയി. പക്ഷേ ഇതിപ്പോൾ ഞാൻ ബിഗിനറാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ പറയുക. അത് നമ്മൾ കമൻറ്റ് മുഖാന്തരം അറിയിക്കുക. ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.